ഗൈസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നേർച്ചയുടെ വീഡിയോ കേട്ടോ. നേർച്ച നമ്മുടെ മാമ്പഴ നേർച്ചയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിൽ മാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു നേർച്ചയ്ക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഏതാനും കുറച്ച് വീഡിയോസ് ഷോർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷെഫീഖ് എന്നാണ്. എൻ്റെ വീട് വരുന്നത് മേലാറ്റിലാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് കരുവാരകുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി നമ്മൾ അത് കൂടെ 3 വർഷം ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഗ്രീനറിയാണ്. അപ്പോൾ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് അതിൽ റോഡൊക്കെ പോകുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസ് കാണണം. വീഡിയോസ് കാണുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോസിനകത്ത് നമ്മൾ കൂടുതലായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നേർച്ചയാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് അവിടുത്തെ ക്രൗഡ്, അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നേർച്ചയ്ക്ക് വരാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നേർച്ചയെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുണ്ടായി, എനിക്ക് നേർച്ചയ്ക്ക് വരണം, മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് കല്യാണം ഉണ്ടെന്ന്. ഞാൻ സൺഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് അത് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷേ സൺഡേ ആയിട്ട് പല ആൾക്കാരും വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് കല്യാണമാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് ആ നേർച്ചയ്ക്കുള്ള ആ ഒരു ക്രൗഡ്, അതുപോലെ തന്നെ ആ വരി നിൽക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഫുഡിനോട് ഭയങ്കര താല്പര്യം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പലപ്പോഴും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നേർച്ചയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. കല്യാണത്തിന് കിട്ടുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി കിട്ടുന്നതോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോ ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരിതാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ഇയർലി വൺസ് ഉണ്ടാകുന്ന സംഭവമാണല്ലോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ബിലീഫും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം മാമ്പഴ നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. അവിടുത്തെ ജനക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്ന ആൾ പറയുന്നത് രാവിലെ 9:30 AM വന്നു. ആൾക്കും എനിക്കും ഒക്കെ ഫുഡ് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 o'clock കഴിഞ്ഞ്, മനസ്സിലായ, ഉച്ചയ്ക്ക്. അപ്പോൾ 9:30, 10:30, 11:30, 12:30, 1 മണി, ആൾമോസ്റ്റ് 4.5 hours ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രൗഡ് ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾക്ക് പേഷ്യൻസോട് കൂടിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. ആ ഭക്ഷണത്തിന് നല്ല പ്രാധാന്യമുള്ള ഭക്ഷണമാണ്. അവിടുത്തെ മൗലിക കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പല ആൾക്കാർ നേർച്ചയൊക്കെ ചെയ്തിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിച്ചാൽ നമ്മളെ എല്ലാവിധ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറും എന്ന് വിശ്വസിച്ച് കഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.
ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന സംഭാവനകളും നഴ്സുകളും സ്റ്റാറ്റസുണ്ടല്ലോ. അതിൽ നിങ്ങൾ കൊണ്ടുവന്ന നഴ്സുകളും സംഭാവനകളും ഒക്കെ നിക്ഷേപിക്കാമോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരും വരത്തിൽ
9:30 വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 1 മണിയായി.